2, 3, go. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇതാണ് കേട്ടോ. ഇപ്പം ഇനി ഒരു ക്രിസ്മസ് വീഡിയോ ആയിട്ട് വരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്മസിന് സാധനങ്ങൾ ഷോപ്പ് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ലേ കണ്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഒരുക്കുന്നതൊന്നും കാണിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതിനുശേഷം നമ്മളൊരു ലോങ് വീഡിയോ ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് വീഡിയോ ആണ്. അപ്പോൾ അതിനിടയ്ക്ക് തിരക്കെന്തായി പോയെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഒരു ഏരിയ ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വീടൊന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൂരെയൊന്നുമല്ല, ആ വീട്ടിൽ തന്നെയാണ് ആ ഒരു ഏരിയയിൽ തന്നെ ഒരു ചെറിയൊരു ഷിഫ്റ്റിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വമ്പൻ തിരക്കായി പോയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് ഇങ്ങനെ എടുത്ത് വെച്ചോ എന്നല്ലാതെ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. പക്ഷേ കറക്റ്റ് ദിവസം തന്നെ നമ്മുടെ അടുത്ത് ഉണ്ണീശോ പിറന്നു കേട്ടോ. അപ്പം 24-ാം തീയതി വൈകിട്ട് ഉണ്ണീശോ നമ്മുടെ പുൽക്കൂട്ടിൽ പിറന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ചേച്ചി, നാത്തൂനും ഹസ്ബൻഡും മക്കളും കൂടെ വരുന്നുണ്ട്. പ്രജിയുടെ സിസ്റ്ററും ഹസ്ബൻഡും മക്കളും കൂടെ. അപ്പോൾ ആദ്യം നന്ദൂട്ടൻ മൂത്ത കുട്ടി മാത്രം വരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ചേച്ചിയും മക്കളും കണ്ണൂരിൽ നിന്ന് അച്ഛനും കൂടെ വരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അച്ഛൻ ക്യാൻസലായി, രേഷേട്ടൻ തന്നെ വരാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ നമുക്ക് അത്യാവശ്യം വീടൊന്ന് സെറ്റ് ചെയ്യണം. അവർക്കൊരു ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു എന്താണ് ആ ഒരു പരുവത്തിലാക്കി എടുക്കണം എന്നുള്ളത് കൊണ്ട് തിരക്ക് പിടിച്ചുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അതോടൊപ്പം നമ്മുടെ സൗണ്ട് അങ്ങ് പോയി ന്യൂ ഇയർ പരിപാടി കഴിഞ്ഞേ പിന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ അത്യാവശ്യം ചെറുതായിട്ട് ക്രിസ്മസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ റെഡിയാക്കി വെച്ചു. അതിൻ്റെ കൂടെ എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും എവിടെ ചെന്നാലും ഒരു ന്യൂ ഇയറിനും ക്രിസ്മസിനും അടുത്തായിട്ടാണ് നമ്മുടെ ഒരു കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഇതെന്താണെന്നറിയാമോ, ഇതൊരു കുഞ്ഞു പുൽക്കൂടാണ്. ഇത് ഈ വർഷം എന്തായാലും ശരിയായിട്ടില്ല. അടുത്ത വർഷം നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ തോന്നും. കാരണം ഇത് നമ്മുടെ ഒത്തിരി പഴക്കമുള്ളൊരു പുൽക്കൂടാണ്. അത് നമുക്ക് എന്തായാലും ഒന്ന് ശരിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അടുത്ത വർഷം എന്തായാലും നമുക്ക് സെറ്റാക്കാമേ. അപ്പോൾ ഇത് ശംഭുവിന് സാന്റ കൊടുത്ത ക്രിസ്മസ് കാർഡാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എല്ലാ വർഷവും സാന്റ ക്രിസ്മസിന് ശംഭുട്ടനും വീട്ടിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളും കൂടി ഉണ്ടല്ലോ, അവരും കൂടി മക്കളും ചേച്ചിയുടെ മക്കളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടെ ഗിഫ്റ്റൊക്കെ സാന്റ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ, 24-ാം തീയതി. അപ്പം 24-ാം തീയതി വൈകുന്നേരമാണ് അവരെത്തുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വീടൊക്കെ റെഡിയാക്കി കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 കേക്കാണ് 3 പേർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ രശ്മിയേച്ചിക്ക് തന്നെയാണ്, രണ്ടാമത്തത് നമ്മുടെ ഹൗസ് ഓണർക്ക് കൊടുക്കാമെന്ന് കരുതി, മൂന്നാമത്തത് നമുക്കും. അങ്ങനെ 3 കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ രശ്മിയേച്ചിക്കുള്ള കേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ചേച്ചീനെയും ചേട്ടനെയും കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദാ വേളി ഗ്രൗണ്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടിയിട്ടും. അതേപോലെ ന്യൂ ഇയറിന് നമ്മുടെ മഴമരം പൊഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഒരു സമയത്തിന് നമ്മൾ പകലത്തെ ആ ഒരുക്കങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മുടെ നമുക്ക് എന്തായാലും ആ വഴി ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അതുവഴി നമ്മൾ പോവുകയാണ്. തോരണങ്ങളൊക്കെ തൂക്കി ആ ഒരു എന്താണ്, നമുക്ക് ശരിക്കും എനിക്ക് ന്യൂ ഇയർ പാർട്ടിക്ക് പോയപ്പോഴാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു സ്ഥലത്ത് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി എത്തിപ്പെടുന്നത്. ശരിക്കും എനിക്കൊരു ഗോവൻ വൈബാണ് കേട്ടോ തോന്നിയത്. ഒരു കേരളമാണെന്നേ തോന്നിയില്ല, ഒരു ഗോവയുടെ ഫീലാണ് ആ ഒരു പരിപാടികൾക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നിയത്. ശരി, എന്നിരുന്നാലും നമ്മൾ ഇതൊക്കെ കൊടുത്ത് നേരെ പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ക്രിസ്മസിന്, അതായത് ഡിസംബർ 25-നാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. എല്ലാ വർഷവും അറിയാമല്ലോ, ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ കൂടാനാണ് പതിവ്. ഇപ്രാവശ്യം ചേച്ചി ചേട്ടനൊക്കെ വരുന്നുണ്ട്, ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഒന്നുമില്ല, പരിപാടികളൊന്നും വെക്കാതെ ചെറുതായിട്ട് മക്കളെ കൊണ്ട് പുറത്ത് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ ഇവിടെ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ അവർ സന്തോഷമായിട്ട് വീട്ടിലിരിക്കാനും പുറത്തൊക്കെ പോകാനും കാഴ്ചകൾ കാണാനും പുറത്തെ ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെയല്ലേ അവരും ആഗ്രഹിച്ച് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ബർത്ത്ഡേക്കായിട്ട് ഒരു പരിപാടിയോ അല്ലെങ്കിൽ ആരോടും പറയുകയോ അങ്ങനെ ആരെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ രശ്മിച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു എന്നറിയാമോ, കേക്കൊക്കെ കൊടുത്തിട്ട് സമയമുണ്ടല്ലോ, നമ്മുടെ റെയിലിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ട്രെയിൻ വരാൻ ഇനിയും കുറേ സമയമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ കുറേ നേരം ഇരുന്നു. കുറച്ച് നേരം ഇരുന്നു. രഞ്ജിത്തേട്ടനില്ല, അപ്പോൾ ചേച്ചിയും മക്കളും മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം ഇരുന്ന് അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ റൗണ്ട് ഈ
ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങാമെന്ന് കരുതി അങ്ങനെ ഫുൾ എല്ലായിടും ഒന്ന് കറങ്ങി. ഇനി നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്തുണ്ടല്ലോ, ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് അമ്മൂട്ടി ഒരു കുഞ്ഞ് റോസാപ്പൂ ഗിഫ്റ്റായിട്ട് തന്നു കേട്ടോ ബർത്ത്ഡേക്ക്. സംഭവം ശമ്പൂട്ടന് കൊടുത്തപ്പോൾ ശമ്പൂട്ടൻ വലിയ ജാട കാണിച്ച് മേടിക്കാതിരുന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, എനിക്ക് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര പരാതിയായിപ്പോയി. എനിക്ക് തന്നത് അമ്മ ചേച്ചി, അമ്മയ്ക്ക് തന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുഞ്ഞു കുഞ്ഞു ചർച്ചകളും വഴക്കുകളും യുദ്ധങ്ങളും നമ്മൾ കാറിൽ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ റോസാപ്പൂ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ആ വണ്ടിയിൽ തന്നെ ഇരിക്കല്ലേ, അപ്പം നമ്മളും റോസാപ്പൂവും എല്ലാവരും കൂടെ എവിടെ പോയി, റെയിൽവേ സ്റ്റേഷനിൽ അവരെ കൂട്ടാൻ പോയി. അവർക്കും സ്ഥലമൊന്നും കാര്യമായിട്ട് അറിയില്ല. രതീഷേട്ടനാണെങ്കിലും ഏകദേശം ഒരു 10-15 വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അവർ പിന്നെ വേറെ സ്ഥലത്തേക്കാണ് ഇറങ്ങിയതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് കറങ്ങിയൊക്കെ പോയി. കുറച്ച് നേരം അവിടെ നിന്ന് അവരെത്തിയതിന് ശേഷവും അവർ തന്നെ പറയുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞു കൊച്ചി മെട്രോയുടെ താഴെയുണ്ട്. അങ്ങനെ പറഞ്ഞ് കുറേ ഞങ്ങൾ പിന്നെ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തി. പിന്നെയും പറഞ്ഞു അല്ല ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങിപ്പോയി. അതിനുശേഷം അവസാനം അവരെ കണ്ടു കിട്ടിയിട്ടുണ്ട്, രതീഷ് ചേട്ടനും ചേച്ചിയും 2 മക്കളും. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള ഗിഫ്റ്റെല്ലാം സാന്റ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിള്ളേരെടുത്തു. എല്ലാവർക്കും സന്തോഷമായി. നന്ദൂട്ടൻ വലിയ കുട്ടിയായില്ലേ, അപ്പോൾ അവനങ്ങനെ വലിയ ഗിഫ്റ്റ്, അവനെ കാര്യം മനസ്സിലാവുമല്ലോ എന്താ കാര്യം എന്നുള്ളത്. ശമ്പൂട്ടൻ പക്ഷേ രാവിലെ വന്ന് നോക്കിയപ്പോൾ സാന്റ ഗിഫ്റ്റൊന്നും വെച്ചിട്ടില്ല. കാരണം നമ്മൾ ഉറക്കക്ഷീണത്തിൽ വെക്കാൻ മറന്നുപോയി. എന്നിട്ട് രാവിലെ എണീറ്റ് പിന്നെ രണ്ടാമത് അവൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് വെളുപ്പിനെ എണീറ്റ് നോക്കി. അപ്പോൾ ഇല്ലയെന്ന് കണ്ടിട്ട് ഭയങ്കര വിഷമത്തിൽ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അവൻ കരയുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്ത് വെച്ച് എല്ലാവർക്കും ക്രിസ്മസ് കാർഡും കൊടുത്തു കേട്ടോ. കാരണം ഈ ഒരു ട്രഡീഷൻ നമ്മൾ ഒന്നും നോക്കാതിരിക്കുകയാണ് അല്ലേ, ആ ഒരു ട്രഡീഷൻ നമ്മളതിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡ്, ബർത്ത്ഡേ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ താങ്ക് യു കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്ന ഒരു പതിവ് നിർത്തിയിരിക്കുകയാണ് അല്ലേ നമ്മൾ. ആൻറ്റമാനിൽ കഴിഞ്ഞ പ്രാവശ്യം തപ്പിയപ്പോൾ കിട്ടിയില്ല. ഈ പ്രാവശ്യം പക്ഷേ കൊച്ചിയിൽ കിട്ടാനുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മേടിച്ചു വെച്ചു. ഇത് ഞാൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. എൻ്റെ ബർത്ത്ഡേ കേക്കായിട്ടൊന്നും അല്ല കേട്ടോ. അവർ വരുമ്പോൾ ഒരു കേക്ക് കൊടുക്കാം എന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ അവർ 3 പേരും കൂടെ തന്നെയാണ് കട്ട് ചെയ്തത്. നമ്മുടെ ബർത്ത്ഡേ അവിടെ ഇല്ലാണ്ടായി. അത്രേ ഉള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫോട്ടോ കൊച്ചിയിലേക്കാണ്. ബീച്ചിൽ പോകാമെന്ന് കരുതി. കാരണം രതീഷേട്ടന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഇഷ്ടം. അല്ലാതെ അങ്ങനെ മോളും ബീച്ചും കൂടെ രണ്ടും കൂടെ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അവർ ബീച്ചിന് തന്നെയാണ് വെച്ചത്. അവർ കണ്ണൂരിലും ബീച്ചിലൊക്കെ പോകുന്നതാണ്, എന്നാലും ബീച്ച് കാണാം എന്നുള്ള രീതിയിലാണ്. മക്കളോട് ചോദിച്ചാൽ അവർ നേരെ മോളിൽ പോവാം, അവിടെ ഗെയിമിംഗ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. വലിക്ക് വലിക്ക് പൊക്ക് 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 പൊക്ക്. ശമ്പൂട്ടനാണെങ്കിൽ ബീച്ച് ടോയുമായിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് കേട്ടോ ഇത് കാണാൻ തുടങ്ങിയത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടി, ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ. എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാം അവിടെ തന്നെ വന്ന് മേടിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ എന്നാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പറവകൾ അങ്ങനെ എല്ലാവരും മേടിച്ച് പറന്ന് നടന്നു. നമുക്ക് താഴെ നോക്കുമ്പോൾ കയറ്റാണെന്നൊന്നും തോന്നില്ല, ശരിക്കും പറവ പോലെ തോന്നുള്ളൂ. അതിൻ്റെ ആ നൂല് കാണുകയില്ലല്ലോ. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ്, അത് ശ്രദ്ധിച്ച് നോക്കിയാലും അത് പറക്കുന്നത് സമയത്ത് നമുക്കറിയില്ല അത് കൈറ്റാണെന്ന്. ശരിക്കും ഒരു പറവ പറക്കുന്ന പോലെ തന്നെ തോന്നും. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ബീച്ചൊക്കെ കണ്ട് കുറച്ച് കുറേ നേരം സംസാരിച്ച് കുറച്ചൊരു സൂര്യപ്രകാശമൊക്കെ ഏറ്റ് തിരമാലയിലൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം അങ്ങനെ നിന്നു. കാരണം ശമ്പൂട്ടൻ ബീച്ച് ടോയായിട്ട് കളിക്കാൻ ഇറങ്ങിയല്ലോ, അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും അവന് കളിക്കാൻ വേണ്ടി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഇവരെ കണ്ടു കേട്ടോ. എനിക്ക് എന്തോ ഒരു പാവം തോന്നിയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എന്തോ ഒരു വല്ലാത്ത ഒന്നുമില്ല, മീൻസ് എന്തോ ഒരു ഫീലായിരുന്നു. കാരണം കുഞ്ഞു കുട്ടികൾ വരെ ഒരു ഫാമിലിയാണ് അവരെന്ന് തോന്നുന്നു. അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, സ്കിൽഡ് ആയിരിക്കും. എന്നാലും ഉപജീവനത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട വരുന്നല്ലോ, കുഞ്ഞു വാവനെയും കൂടെ മോളെ കൂടെ ഇങ്ങനെ ആക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ല, അത് അവരുടെ തൊഴിലാണ്, വിഷമമൊന്നുമല്ല, എന്തോ ഒരു വല്ലാത്തൊരു വികാരമില്ലാത്തൊരു ഫീൽ എന്നൊക്കെ പറയില്ലേ, എന്തോ ഒരു ഫീലായിപ്പോയി.
കാരണം അവർ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പരിപാടി ആ കുഞ്ഞു അവൾ അറിയാതെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ പാർട്ടാകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അതിന് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും, അല്ലാതെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ കേട്ടോ, അങ്ങനെ പഠിപ്പിക്കാണ്ടൊന്നും ഇരിക്കുന്നുണ്ടാവില്ല, അറിയാൻ കഴിയില്ല നമുക്ക്. എന്നാലും ഒരുവിധം ചെറിയ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഇപ്പം വേറെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നവർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കും അറിയില്ല. ഇവിടെ വെച്ച് കാണുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഇവരെക്കുറിച്ച് അങ്ങനെ അധികമായി ചിന്തിക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ആ മോൾ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പ്ലേറ്റും കൊണ്ട് വരുന്നുണ്ടായിരുന്നു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്, അത് അവർക്കൊരു വരുമാനമാണ്. എന്നാലും ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമല്ല, ഒരു ഫീല്. അതിനുശേഷം നമ്മൾ കടല മേടിച്ചിട്ട് പ്രാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് രേച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാവിന് തീറ്റ കൊടുത്ത് മതിയായിട്ടാണല്ലോ ആനമാനം ഇങ്ങോട്ട് വന്നത്, വെറുതെ വെച്ചാലും കൂടെ പ്രാവ് വന്ന് തിന്നുന്നൊരു സ്ഥലമായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കടലയൊക്കെ മേടിച്ച് അതിനുശേഷം ഐസ്ക്രീം മേടിച്ചു കേട്ടോ. എനിക്ക് ഈ സമയത്ത് പനി ജലദോഷം കാര്യങ്ങളൊന്നും ഇല്ല, പൊതുവേ ഐസ്ക്രീം കഴിച്ചാൽ അങ്ങനെ വരികയില്ല. പക്ഷേ റജിക്ക് നല്ല ജലദോഷവും പനിയുള്ളൊരു സമയമാണ് കേട്ടോ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഐസ്ക്രീം കഴിക്കുന്നത് പറഞ്ഞപ്പോഴാണ് കേട്ടോ അങ്ങനെ ചിരിച്ചത്. അപ്പോൾ ചേച്ചിക്ക് ഐസ്ക്രീം കഴിക്കുന്നത് പനി വരുമോ എന്ന് പേടിച്ചിട്ട് കോണ് കഴിച്ചതാണ്. പക്ഷേ ഈ ഒരു ട്രാക്കിലേക്ക് ചേച്ചി എത്തും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. പിന്നെയാണ് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടൊരു മസ്ക ബൺ കഴിക്കാൻ പോവുകയാണ്. എനിക്കിതിൻ്റെ റിവ്യൂ പറയണമെന്നൊന്നും തീരെ ആഗ്രഹമില്ല കേട്ടോ. എന്താണ് എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റിനെ ഒന്നും അല്ല പറയുന്നത്. ഞങ്ങൾ മേടിച്ച ആ ഒരു മസ്ക ബണ്ണ് ആക്ച്വലി ഒന്നുമില്ല. ബണ്ണിൽ ബട്ടറും മിൽക്ക് മെയ്ഡും തേച്ചിട്ട് തരുന്നു. അതിന് പ്രത്യേകിച്ചൊരു ഹൈപ്പ് കയറ്റേണ്ട ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ തലശ്ശേരി ദം ബിരിയാണിക്കൊരു ഹൈപ്പ് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ ആലപ്പുഴയിലെ കരിമീനൊരു ഹൈപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ഓരോ സാധനങ്ങൾക്കൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഹൈപ്പ് ഒന്നും ശരിക്കും മസ്ക ബണ്ണിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഞാൻ കഴിച്ച റെസിപ്പിയുടെ കുഴപ്പമായിരിക്കാം. എനിക്ക് നന്ദുവിനായിരുന്നു കഴിക്കണം എന്നുണ്ടായിരുന്നത്, പക്ഷേ ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. നന്ദു കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു, ഇഷ്ടമായില്ല, സ്കിപ്പ് ചെയ്തു. കുട്ടികൾ രണ്ടുപേരും ഡോണറ്റ്സ് ആണ് കേട്ടോ കഴിച്ചത്. നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിന്നും കഴിച്ചില്ല. നമ്മൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ആ ഒരു ടേസ്റ്റ് പോകണ്ടെന്ന് കരുതി അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോട്ടോ വെച്ച് നമ്മുടെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ടല്ലോ, ഫോട്ടോഷൂട്ടൊക്കെ അധികം നടക്കുന്ന ആ ഒരു സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ പോയി വെറുതെ ഇങ്ങനെ നടന്നു. അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇന്ന് ഡിസംബർ 25 കേട്ടോ ഇത്. ഇന്നാണ് നമ്മുടെ ഫോട്ടോ കൊച്ചി വേളി ഗ്രൗണ്ടിലെ മഴമരം, ഈ ഒരു മുത്തശ്ശി മരം, അമ്മ മരം ഇന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ലൈറ്റുകൾ തെളിയുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ വർഷം ഓരോ കളറിലാണ് തെളിയുക. അപ്പോൾ ഈ വർഷം ഏത് കളറിലായിരിക്കും ഈ ഒരു ലൈറ്റ് തെളിയുക എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി അതറിയാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യരുടെ ഒരു സമുദ്രം തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതായിരിക്കും കളർ എന്നുള്ളത് ഇപ്പം ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പല പല വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മഴമരം കത്തി നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം നമ്മളും ഉണ്ട്, ഈ വർഷം ആദ്യമായിട്ട് നമ്മളും ഉണ്ട് ആ ഒരു മരം തെളിയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു സ്റ്റാർ തെളിഞ്ഞിരുന്നു കേട്ടോ. ആ ഒരു ദിവസം ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മൾ പോകാൻ പറ്റിയില്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫസ്റ്റ് മുകളിലത്തെ ഒരു സ്റ്റാർ മാത്രം, അതായത് ഇതൊരു ക്രിസ്മസ് ട്രീ ആണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈവായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ക്രിസ്മസ് ട്രീ. അപ്പോൾ അതിനകത്ത് മുകളിലത്തെ ആ സ്റ്റാർ കണ്ടോ, ആ സ്റ്റാർ കഴിഞ്ഞ ആ ഒരു വർഷം തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ തെളിഞ്ഞിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ വന്ന വഴിയൊന്നും അല്ലല്ലോ, ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഫുള്ള് നല്ല തിരക്കായിട്ട് നമ്മൾ ആൾക്കാരെ കാണാൻ പറ്റാത്തതുപോലെ തിരക്കായി, സഫോക്കേഷൻ ആവുന്നുണ്ട് ആൾക്കാർക്ക്, മെഡിക്കൽ എമർജൻസി ഒക്കെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ തിരിച്ചിറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഇവിടെ നല്ല ആൾക്കാരാണ്. അവരവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിയുമ്പോഴാണ് ഇവിടെ കത്തുള്ളൂ. അപ്പോൾ അതിലവിടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഫിലിം സ്റ്റാർ നമ്മുടെ സൗബിൻ ഷാവൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും അതിൻ്റെ ഒരു അവരുടെ ഇനോഗ്രേഷനും സംസാരങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. മഴമരം നിറയെ നമ്മുടെ ക്രിസ്മസിൻ്റെ പോലെ തന്നെ സ്റ്റാർസും അതേപോലെ ബെല്ലും ബോൾസും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, നിറയെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് കളറായിരിക്കും ഈ പ്രാവശ്യത്തത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് മെയിനായിട്ട്. അപ്പോൾ അധികം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കും അതേ ഒരു എഫക്റ്റിൽ കാണാമല്ലോ.
അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എളിമയോടെ പറയുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നാച്ചുറൽ ട്രീ, ഇങ്ങനൊരു നാച്ചുറൽ ട്രീ അലങ്കരിക്കുന്നത് അത് ഇന്ത്യക്കാരനാണ്, അത് കേരളത്തിന്റെ അകത്താണ്, അത് കോട്ടുപത്തിനടിയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, നിങ്ങളുടെ അഭിനന്ദ പിതാവ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് റെഡിയാക്കണേ. കൗണ്ട് ഡൗൺ വരുമ്പോ 10 തുടങ്ങി അവസാനം കൂടെ പറയണം കേട്ടോ. റെഡിയല്ലേ? Okay. A cake is a symbol of happiness and sharing the same is a symbol of togetherness. ഒരു കേക്ക് വെട്ടിയത് മധുരം പങ്കിട്ട് നമുക്കത് ഉദ്ഘാടനം. നല്ലൊരു കൈയ്യടി എല്ലാവരുടെ. Thank you so much. ഇപ്പോ കൗണ്ട് ഡൗൺ വരും. Okay, count down please. അയില പറയട്ടെ ശംഭു. സ്ക്രീനിൽ കൗണ്ട് ഡൗൺ വരുമ്പോ സ്ക്രീൻ അതാണ്. നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞോ. Okay, here we go. ഇവനെ പൊക്ക്. നന്ദു പൊളിച്ചടാ. അതാ ഞാൻ പറഞ്ഞ ദൂരെ പോവാൻ. കളർ ഈസ് യെല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഗസ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ മാത്രം, ഫാമിലിയിൽ മാത്രം, അതായത് ഓരോരുത്തരും ഓരോ കളർ പറഞ്ഞിട്ട് റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെയൊക്കെ. അപ്പോൾ നന്ദൂട്ടനാണ് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഫ്ലൂറസൻ ഗ്രീനാണ് അവൾ പറഞ്ഞത്. പക്ഷേ സാമ്യമുള്ളൊരു കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവന് പോയിന്റ് കൊടുത്തു. ശമ്പൂട്ടൻ വൈറ്റാണ് പറഞ്ഞത്. അപ്പം അതിനകത്തെ സ്റ്റാർസും ബോൾസും എല്ലാം വൈറ്റ് ആയതുകൊണ്ടാണ് അവൻ വൈറ്റ് എന്ന് പറഞ്ഞ് നിലവിളിച്ചത് കേട്ടോ. അത്രയും വലിയ മഞ്ഞ ബൾബുകൾ അവൻ കണ്ടില്ല, അതിനിടയ്ക്കുള്ള വൈറ്റ് ബൾബുകൾ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. കാരണം അവൻ വൈറ്റാണല്ലോ പറഞ്ഞത്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും മറ്റേ റീൽസ് തുറക്കുമ്പോൾ മൊത്തം മഞ്ഞ ബൾബുകളുടെ പാട്ടായിരുന്നു.
അയ്യോ ഒന്നും പറയണ്ട. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം നിന്ന് കുറേ നേരം നിന്നില്ല ശരിക്കും. ആ പടക്കങ്ങളെല്ലാം പൊട്ടി തീരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ അബദ്ധത്തിന് എന്നാൽ ശരി വീട്ടിലേക്ക് പോയേക്കാം എന്നുള്ള രീതിയിൽ പോയി. ആ പോകാൻ ഇറങ്ങിയ സമയത്തിന് ശേഷം ഞങ്ങളൊരു പകുതി വഴി എത്തിയപ്പോഴാണ് രശ്മിയേച്ചി വിളി വന്നത് നമ്മൾ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് ഈ ലൈറ്റ് കത്തുന്നത് അന്നേരം കാണാൻ പറ്റിയില്ല, ആ ഒരു ലൈവായിട്ട് കാണാൻ പറ്റിയില്ല എന്നൊഴികെ ബാക്കിയുള്ള പ്രോഗ്രാംസിനും അവർക്ക് പങ്കെടുക്കാൻ പറ്റി. അന്നേരത്തെ ആ ഒരു തിരക്കിൽ പെടാതെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങൾ പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ 5 വഴിക്കായിപ്പോയി. രതീഷേട്ടനും ഒരു മോനും ഒരു വഴിക്ക്, പ്രജിയും 2 മക്കളും വേറൊരു വഴിക്ക്, ഞാൻ വേറൊരു വഴിക്ക്, ചേച്ചി വേറൊരു വഴിക്ക്, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ സേഫായിട്ട് ശംഭുവിനെ പ്രജിനെ തന്നെ ഏൽപ്പിച്ചതാണ്. കാരണം എനിക്ക് അവനെ ഒരു 1.5-2 കിലോമീറ്ററോളം എടുത്ത് നടക്കാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു തിരക്കിനിടയ്ക്ക്. പ്രജിക്കാവുമ്പോൾ അവനെ തോളത്ത് വെച്ചിട്ട് കൊണ്ടുവരാമല്ലോ. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മളുടെ വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവരും അവിടേക്ക് വരിക എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു എവിടെ മിസ്സായാലും. അപ്പോൾ ഏകദേശം വണ്ടിയുടെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് എനിക്ക് ചേച്ചിനെ കിട്ടിയിരുന്നു. ചേച്ചി എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യം വണ്ടിയുടെ അടുത്ത് പോയി നിന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും എത്തുകയാണ് ചെയ്തത്. കാരണം ഇത്രയും പേര്, ഏകദേശം ഒരു 19,000 പേര് അറ്റ് എ ടൈമിൽ ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും നമുക്കവിടെ ആരെയും വിളിച്ചാലും കിട്ടുന്നില്ല, നെറ്റ്വർക്കും കിട്ടുന്നില്ല, റേഞ്ചും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയായി പോയായിരുന്നു. അപ്പോൾ വിളിച്ചാലൊന്നും കിട്ടുന്നില്ല, അഥവാ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ആരുടെ ഫോൺ എടുത്താലും ഒരേപോലെ ഒച്ചപ്പാടും ബഹളവും മാത്രം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു മക്കളെ കാണാതെ പോകുന്നു, വലിയ പ്രായമുള്ളവർക്ക് സഫോക്കേഷനും മെഡിക്കൽ എമർജൻസി ആവുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാനേജ് അവർ നല്ല പ്രോപ്പർലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇത് കണ്ടോ, ഈ കൂടി നിൽക്കുന്ന ആ മഞ്ഞ ബൾബുകൾ മുകളിൽ കത്തിയിരിക്കുന്ന അത്ര തന്നെ ഫോൺ താഴെ കത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഈ വീഡിയോസും ഫോട്ടോസും എടുത്ത്, ഈ കൂട്ടത്തിൽ എൻ്റെ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫോൺ, ഒരാളൊന്നിക്കൊരു ഫോൺ എന്നുള്ള രീതിയിൽ, അറ്റ്ലീസ്റ്റ് ഒരു വീടൊന്നിക്കൊരു ഫോൺ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇവിടെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമാണ്. ആ മുകളിലത്തെ ഇത് കണ്ടോ, സ്റ്റാർ കണ്ടോ, അതാണ് ഫസ്റ്റ് ഡേ കത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലൈവായിട്ടുള്ള ക്രിസ്മസ് ട്രീ. അപ്പോൾ ക്രിസ്മസിന് ഇതൊരുങ്ങുന്നത് കൊണ്ട് തന്നെ അതൊരു ക്രിസ്മസ് ട്രീ ആണ്. അതേപോലെ അതിൽ ക്രിസ്മസ് ഹാങ്ങിങ്സും ഓർണമെൻറ്റ്സും ആണ് മൊത്തം തൂക്കിയിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലുള്ള സ്റ്റാർ ഉൾപ്പെടെ അവരതിനെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഷേപ്പാണ്, നമ്മുടെ ഒരു മൈൻഡിലുള്ള ക്രിസ്മസ് ട്രീയുടെ ഷേപ്പല്ല എന്നുള്ളതൊഴികെ ബാക്കി വെച്ച് നോക്കുമ്പോൾ 10-22 വർഷം ആയിട്ട് എത്രയോ 100-200 വർഷം പഴക്കമുള്ളൊരു മഴമാണ്. അപ്പം നമ്മുടെ സൗബിഷാവിലാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ചെറുപ്പത്തിൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നാണ് കളിച്ചത്, വെള്ളം കുടിച്ചത്, ഈ ഗ്രൗണ്ടിലാണ് കളിച്ച് വളർന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് അത്രത്തോളം അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ. നമ്മൾ കളിച്ച് വളർന്ന വീടും പറമ്പൊക്കെ നമുക്ക് ഓർമ്മയുള്ളതുപോലെ പുള്ളിക്കാരൻ്റെ ഓർമ്മയിലുള്ളതാണ് ഈ ഒരു സ്ഥലം. അപ്പം അതൊക്കെ പറഞ്ഞ് ഈ ഒരു പരിപാടി കഴിയുന്നത് വരെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപാടി കഴിഞ്ഞ് പുള്ളിക്കാരനൊക്കെ ഇറങ്ങാൻ പോകും. നമ്മൾ കുറച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാം കൂടെ ഒരു വലിയ വണ്ടി. അപ്പം നമ്മൾ വിചാരിച്ചു, അയ്യോ എന്ത് മനുഷ്യനായി ഇത് ആൾക്കൂട്ടത്തിനിടയിൽ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പിന്നാണ് മനസ്സിലായത്, അന്നേരം നമുക്ക് മുമ്പേ ഇറങ്ങിയ സൗബിൻ അവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് വേഗം ഗ്ലാസ്സൊക്കെ താഴ്ത്തി നന്ദു ഹായൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും. പിന്നെ അവിടെ ഒരു ആൾക്കൂട്ടമായിരുന്നു, ഞങ്ങൾ അതിന് നിന്നില്ല. പുള്ളിക്കാരൻ ഗ്ലാസ് അടയ്ക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം ഈ ഒരു തിരക്കിൽ പെട്ടുപോയാൽ നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ള ഇതായിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. കാരണം അത്രയും ആ ഒരു മൂക്കൊക്കെ അടഞ്ഞ് പൊടിയാണേ, അറിയാമല്ലോ. പിന്നെ കൊച്ചിയാണ്, പുകയും പൊടിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. ഇപ്പം കൊതുക് വരെ സെക്കൻഡറി ആയിരുന്നു അന്നത്തെ ദിവസം. കാരണം അമ്മാതിരി പൊടിയായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ ആൾക്കൂട്ടത്തിൻ്റെയും ഈ ട്രീയുടെയും ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്ത് കണ്ടോ നല്ലൊരു പുകമറ പോലെ. അത് ശരിക്കും ഈ ആൾക്കാർ ഡാൻസ് കളിക്കുന്നതിൻ്റെ പേരിലുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആഘോഷം അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അതിനിടയ്ക്ക് ഒന്നും കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എന്തായി, എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? എനിക്കിവിടെ ഈ ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് അറ്റ് സ്ട്രെച്ചിൽ നമുക്കിങ്ങനെ 10-20 മിനിറ്റ് വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഫോർട്ട് കൊച്ചിയിൽ, അതായത് വെളി ഗ്രൗണ്ടിൽ നമ്മുടെ ഫാമിലിയുടെ ഒന്നിച്ചുള്ള നമ്മുടെ ഒരു ക്രിസ്മസ് ആഘോഷം ഇങ്ങനെയൊക്കെയായിരുന്നു.
ആ ഒരു ലൈറ്റ് കാണാൻ വേണ്ടി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കറക്റ്റ് ആ ഒരു ലൈറ്റ് തെളിയുന്ന സമയത്ത് എല്ലാവരും അവിടെ വന്ന് നിൽക്കാറുണ്ട്, ഫോട്ടോസ് എടുക്കാറുണ്ട്, ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ റീൽസിലും നമ്മുടെ ഷോർട്സിലും ഒക്കെ ഈ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരു ബോറിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതേകൊണ്ട് തന്നെ ഓർമ്മയിലുള്ള, ഇനി അടുത്ത വർഷം എന്തായാലും ഈ മഞ്ഞ ബൾബ് കാണത്തില്ലല്ലോ. അപ്പം അടുത്ത വർഷം ഏതായിരിക്കും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അതേപോലെ ഇനി ആകെയുള്ളത് ഈ ഒരു പപ്പാനീനെ കത്തിക്കുന്ന പരിപാടിയാണ് കേട്ടോ ന്യൂ ഇയറിന്, അറിയാമല്ലോ. പിന്നെ ഈ ക്രിസ്മസ് ഫാദറും പപ്പാനിയും രണ്ടാണ് കേട്ടോ. ക്രിസ്മസ് ഫാദറിനെ അല്ല അവിടെ ബേൺ ചെയ്യുന്നത്, പപ്പാനീനെയാണ്. പപ്പാനീനെ ബേൺ ചെയ്യുന്നതിനോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എല്ലാ വിഷമങ്ങളും കത്തി എരിഞ്ഞു പോയിട്ട് പിന്നെ അവിടെ പടക്കം ഇങ്ങനെ പൊട്ടിക്കും, പൂത്തിരി ഇങ്ങനെ കത്തുമ്പോൾ അതേപോലെ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ മത്താപ്പ് കത്തി വിടരട്ടെ എന്നുള്ളൊരു വിഷിങ്ങോടുകൂടിയാണ് കേട്ടോ നമുക്ക് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ന്യൂ ഇയർ വീഡിയോസ് കാണാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്തായാലും നമ്മുടെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാവണം. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള പൊടി കൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് നിർത്തൂല. നമ്മളെല്ലാവരും ഈ ഒരു പൂരപ്പുറമിൽ നിന്നുള്ള ഐസ്ക്രീം പിന്നെ ഒരിക്കലും കിട്ടില്ലല്ലോ. അങ്ങനെയാണല്ലേ നമ്മുടെ ആ ഒരു ഓറഞ്ച് കളറിലെ കോണിനകത്തുള്ള ഐസ്ക്രീം, അതൊരു രസമാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഇനിയിപ്പം ചേച്ചിയും ചേട്ടനും മക്കളും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൊച്ചി ഒന്ന് കറങ്ങാം. അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളും വന്നിട്ട് എവിടെയും പോയില്ലല്ലോ. ഈ ഒരു ഫുഡ് ഫെസ്റ്റിൽ നമ്മൾ കയറിയില്ല കേട്ടോ. കാരണം അപ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞായിരുന്നു, 10 മണിയാകുമ്പോഴത്തേക്ക് ഇത് തീരുമായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ വരുമ്പം നമുക്ക് ചുമ്മാ ഇവിടെ കയറാൻ വേണ്ടി വരാം. ഈ പപ്പാനീനെയാണ് നമ്മൾ അടുത്ത ദിവസം കത്തിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി. ടാറ്റാ.